ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒരു പിടിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അത് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ? ഇതിനാദ്യമേ നമുക്കൊരു അരപ്പ് വേണം. അതിനായിട്ട് തേങ്ങ വറുത്തെടുക്കണം. അപ്പം ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു അരമുറി തേങ്ങ ചിരകി വറുത്തെടുക്കണം. അതിനായി പാനിലേക്ക് തേങ്ങയും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു 3-4 ഏലക്കയും 3-4 ഗ്രാമ്പൂവും 1 സ്പൂൺ കുരുമുളകും ഇട്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 3-4 വെളുത്തുള്ളിയും 3-4 ചുവന്നുള്ളിയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കണം. അതൊന്ന് നന്നായിട്ട് ചുവന്ന് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. അത് നന്നായി ചുവന്ന് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് 2 സ്പൂൺ പെരിഞ്ചീരകവും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് വയ്ക്കുക. ഇനി അടുത്തായിട്ട് നമുക്കൊരു പാൻ അടുപ്പി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു സവാള അരിഞ്ഞത് 1 പിടി ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ചെറിയ ഉള്ളി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അതൊന്ന് ചുവന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കീറിയതും കൂടി ഇട്ട് അത് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ 2 മീഡിയം സൈസ് തക്കാളി ചേർക്കുക. അതൊന്ന് വഴറ്റിയ ശേഷം 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. നേരത്തെ നമ്മൾ കുറച്ച് പൊടികൾ അരപ്പിൽ ചേർത്തതാണ്. ഇനി ഇതിലും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇവിടെ. നേരത്തെ 1 സ്പൂൺ അല്ലാതുള്ള മുളക് പൊടി ചേർത്താണ്. ഇതാകുമ്പോൾ നല്ല കളറും ഒക്കെ കിട്ടും. അതിനുവേണ്ടി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്നും കൂടി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കൻ പീസുകളിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് നന്നായിട്ട് വീണ്ടും കുറച്ച് സമയം കൂടെ തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും ചേർക്കാം കേട്ടോ. ചിക്കൻ്റെ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി വെന്ത് വരുമ്പോൾ തന്നെ നല്ല മണവും ഒക്കെ നമുക്ക് കൊതിയാവും കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റാണ്. ഈ ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പിടിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പാൽക്കപ്പയുടെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്.